പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു മിൽക്ക് കേക്കാണ്. ആലിയ ഭട്ട് വൈറലാക്കിയിട്ടുള്ള നല്ല അടിപൊളി മിൽക്ക് കേക്ക്. കഫേയിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയുണ്ട് കേട്ടോ ഈ ഒരു കേക്കിന്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു മിൽക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം മുട്ടയുടെ വെള്ളം മാത്രം പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ആക്കിയതിന് ശേഷം വേണം മഞ്ഞക്കുരുവും ഒക്കെ ബീറ്റാക്കി എടുക്കാനായിട്ട്. ഇനിയും ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിലാട്ടോ പഞ്ചസാര എടുത്തേക്കുന്നത്. അത് 2ആയിട്ടാട്ടോ ബീറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ആ ഒരു കേക്കിന് ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടാനും നല്ല സോഫ്റ്റ് ആകാനും ഇതുപോലെ നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കണം. ഇതിപ്പം നന്നായിട്ട് തന്നെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ വേണം എടുക്കാനായിട്ട്. ഇത്രയും തിക്നെസ് ഉണ്ടാവണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മഞ്ഞയൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റാക്കി എടുക്കാം. ഇത് ഒരുപാട് അങ്ങ് ബീറ്റാക്കി എടുക്കണ്ട. ജസ്റ്റ് ആ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇതിൻ്റെ കളർ മാറി നല്ലൊരു വൈറ്റ് കളറായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്ത് ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരരിപ്പ വെച്ചിട്ട് അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിലാട്ടോ ഞാനിവിടെ ഫ്ലോർ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ വിസ്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നന്നായിട്ട് ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുക്കുന്ന പാല് റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചേർത്ത് കൊടുക്കരുത്. തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ തന്നെയാട്ടോ പാല് എടുത്തേക്കുന്നത്. ഇത് 2-3 തവണയായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പാല് ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ വേണം ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എഗ് വൈറ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ഒരുപാട് ഓവറായിട്ട് മിക്സ് ആക്കരുത്. ആ ഒരു എഗ് വൈറ്റ് ഈ ഒരു മിക്സിലേക്ക് ചേർന്ന് കിട്ടുന്നത് വരെ ഇതുപോലെ ഫോൾഡ് ആക്കി എടുത്താൽ മതി. ഈ ഒരു രീതിക്ക് തന്നെ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടണം. ഇനി ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തേക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനുള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടിക്കോളും. ഇനി ഇത് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാനെടുത്ത സമയം 45 മിനിറ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഈ ഒരു രീതിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. നല്ലൊരു ലൈറ്റ് വെയ്റ്റ് കേക്കാണ്. ഏത് ഫ്രോസ്റ്റിംഗ് ചെയ്യാനും ഈ ഒരു കേക്ക് നല്ലതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് വേണ്ട വീപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിലാണ് വീപ്പിംഗ് ക്രീം എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് തന്നെ കിട്ടണം ഈ ഒരു വീപ്പിംഗ് ക്രീം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒരുപാട് അങ്ങ് തിക്കാവരുത്, എന്നാൽ ഒത്തിരി അങ്ങ് ലൂസായി പോവരുത്. കറക്റ്റ് ഈ ഒരു പരുവത്തിൽ തന്നെ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട്. ഇനിയും ഇതിലേക്ക് വേണ്ട മിൽക്ക് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ഇവാപറേറ്റഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. ഇതാണ് ആ ഒരു കേക്കിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനിയും ഇതിലേക്ക് 1 കപ്പ് അളവിൽ തന്നെ വീപ്പിംഗ് ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് വീപ്പിംഗ് ക്രീമിന് പകരം സാധാരണ പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുത്താലും മതി.
ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇവാപറേറ്റഡ് മിൽക്കാണ്. ഇത് നമുക്ക് മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചെറിയ ക്യാനും വലിയ ക്യാനും ഒക്കെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ജാറിനകത്ത് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്ര ആവശ്യമില്ല, ഇതിൻ്റെ പകുതി മാത്രം മതിയാകും. ഇനിയും ഇത് ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഗ്ലാസ് ട്രേ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു ട്രേ ആണെങ്കിലും മതി. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഹോളാക്കി എടുക്കണം. നമ്മൾ മിൽക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണ് ഇതുപോലെ ഹോള് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയും ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വീപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ക്രീം കേക്ക് ഐസിങ് ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കാം. ഇതിപ്പം നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 8 മണിക്കൂർ നേരത്തേക്കിന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് സ്ട്രോബെറി ഒക്കെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ശരിക്കും ഇതിൻ്റെ മേളിൽ ബ്ലൂബെറി ആട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ബ്ലൂബെറി എനിക്ക് കിട്ടിയില്ല, അപ്പം ഞാൻ കറുത്ത മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ശരിക്കും ഒരു ഭംഗിക്ക് വേണ്ടിയാട്ടോ ബ്ലൂബെറി വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലും ഇങ്ങനെ ബ്ലൂബെറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതുപോലെ തന്നെ കറുത്ത മുന്തിരി വെച്ച് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് കാണാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റാതെ വരും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേളിലേക്ക് മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പം ഒന്നുകൂടെ സോഫ്റ്റ് ആകും ഈ ഒരു കേക്ക്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ, ഇതിന് പറയാൻ പറ്റില്ല, കഴിച്ച് തന്നെ അറിയണം ഇതിൻ്റെ ടേസ്റ്റ്. ഈ ഒരു കേക്ക് പീസിന് കഫേയിൽ അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെയാകും. അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ എളുപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്